ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റീരിയർ വർക്ക്സും ഫ്ലാറ്റും കാര്യങ്ങളെല്ലാം നോക്കി തുടങ്ങിയപ്പോൾ തന്നെ ഐ നീഡ് ദ ബെസ്റ്റ്. പക്ഷേ അത് ഒരു കടലിലെ മീനെ പിടിക്കുന്ന പോലെയാണ്. ഒരുപാട് പേരുണ്ട്, അവരെ ചൂസ് ചെയ്ത് കൊണ്ടുവരുന്നതിനകത്ത് ടഫ് ചോയ്സാണ്. അപ്പോഴാണ് എൻ്റെ ഏറ്റവും അടുത്ത ബ്രദർ പുള്ളി റെക്കമെൻഡ് ചെയ്തു കസറ്റേലിൻ്റെ കാര്യം. ആൻഡ് ജയശങ്കർ ഈസ് വൺ ഓഫ് ദ മ്യൂച്വൽ ഫ്രണ്ട് ഓഫ് അസ്. അങ്ങനെയാണ് കസറ്റേലിലോട്ട് ഞാൻ വരുന്നത്. ഈ 30 ഡേയ്സിനകത്ത് ത്രൂ വാട്സാപ്പ് ആയിക്കോട്ടെ, കോൾ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇൻപുട്സും ആഫ്റ്റർ ഓൾ നിങ്ങളുടെ മാത്രം ഇൻപുട്സ് അല്ല ഇതിനകത്ത് വരുന്നത്. ഇപ്പം നമുക്കും ഒരു പർട്ടിക്കുലർ കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഐഡിയാസ് കാണും. ആ ക്ലയൻറ്റിൻ്റെ ഐഡിയാസും കൂടെ ക്ലബ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് ഒരു വീട് മനോഹരമാകുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ സക്സസ്ഫുൾ ആണ്. നിങ്ങളുടെ ഇൻപുട്സിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമേ ഒരു 2D എനിക്ക് തന്നു. അത് കഴിഞ്ഞ് 3Dയിലോട്ട് വന്നു. 3D പോർട്ട്ഫോളിയോ കണ്ടപ്പോൾ ഉള്ള അതേ സാധനമാണ് റിസൾട്ടിനകത്ത് ഈ കാണുന്നതെല്ലാം. അപ്പോൾ 30 ഡേയ്സിനകത്ത് വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3Dയെക്കാട്ടിയും ബെറ്റർ ആയെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളെ സെലക്ട് ചെയ്തതിൽ ഞാൻ വന്നതുപോലെ തന്നെയാണ് സെക്കൻഡ് ടഫസ്റ്റ് ജോബ് മെറ്റീരിയൽ സെലക്ഷനാണ്. അപ്പോൾ മെറ്റീരിയൽ സെലക്ഷനിലോട്ട് വരുമ്പം എവിടെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് എവിടെ നമുക്ക് കിട്ടും, എന്നാൽ ക്വാളിറ്റി നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് വെല്ലുവിളികൾ വന്നപ്പോൾ അവിടെയും നിങ്ങൾ തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ചെന്ന് ഒരുപാട് ഇപ്പോൾ 1-2 നോർമലി ഉള്ള ഞാൻ എൻ്റെ ഫ്രണ്ട് ഇന്റീരിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ പുള്ളിയും പറയുന്നത് കേട്ടു, ലൈക്ക് 1-2 അടുത്തൊക്കെ നിങ്ങൾക്ക് ഈ ടൈം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ക്ലയൻറ്റിനെ കൊണ്ട് കാണിച്ച് അത് എങ്ങനെയെങ്കിലും ആക്കിയെടുക്കാനുള്ളത്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ വന്നത്. ടോട്ടലി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി എന്താണ് എനിക്ക്, എൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, എനിക്ക് വേണ്ടത് എന്താണ്, ആ റിക്വയർമെൻറ്റിലോട്ട് നിങ്ങൾക്ക് ഈസിലി പുള്ളി എന്നെ ഗൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഫുൾ ഡേ എടുത്തു എന്ന് പറയാം. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി സെലക്ഷൻ എനിക്ക് ബെറ്ററായിട്ട് തോന്നി. ആ സെലക്ഷൻ്റെ ക്വാളിറ്റി കാണാനുണ്ട്.